വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CGLുമായിട്ട് അല്ലെങ്കിൽ എക്സാമിന് വേണ്ട വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സാഗർ മാത ഈസ് എ നേപ്പാളി നെയിം ഫോർ. അപ്പോൾ സാഗർ മാത നിങ്ങൾ കേട്ട് കാണും. സാഗർ മാത ഇറ്റ്സ് എ നേപ്പാളി നെയിം എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റിൻ്റെ നേപ്പാളി നെയിമാണ് സാഗർ മാത. ഓക്കെ, മൗണ്ട് എവറസ്റ്റ് നമുക്കറിയാം നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സാഗർമാത അല്ലെങ്കിൽ ഗുഡ്നസ് ഓഫ് സ്കൈ എന്നാണ് ഈ സാഗർമാതയുടെ മീനിങ്. ഹയസ്റ്റ് പീക്ക്, വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഹൈറ്റ് 8848 മീറ്റർ ആണ്, അല്ലെങ്കിൽ 8848 മീറ്റർ ആണ്. ദെൻ 1953 എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയുമാണ് ഫസ്റ്റ് പേഴ്സൺസ് ടു ക്ലിം മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് എത്തിയ ആദ്യ വ്യക്തികളാണ് എഡ്മണ്ട് ഹിലാരി ആൻഡ് ടെൻസിംഗ് നോർഗെ 1953. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് പീക്ക് ഈസ് നോട്ട് ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ ഹിമാലയ. അപ്പം നേപ്പാൾ ഹിമാലയയിൽ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലോഡ്സെ, മൗണ്ട് എവറസ്റ്റ്, അന്നപൂർണ ആൻഡ് കാമറ്റ്. ഇവിടെ ആൻസർ കാമറ്റ് ആണ് വരുന്നത്. കാമറ്റ് മൗണ്ടൻ സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ഉത്തരാഖണ്ഡിലുള്ളതാണ്. അതായത് ഗർഹ്വാൾ റീജിയൺ ഓഫ് ഉത്തരാഖണ്ഡ്, അതായത് നന്ദാദേവിക്ക് ആഫ്റ്റർ നന്ദാദേവി. ദെൻ റെസ്റ്റ് ഓൾ ബാക്കിയെല്ലാം ഓപ്ഷനിൽ വരുന്നതെല്ലാം നേപ്പാളിലാണ്. ഇതെല്ലാം ഇത് ഓപ്ഷൻ എയും ബിയും സിയും നേപ്പാളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഇൻ ഏഷ്യ. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഏതാണ്? വേൾഡിലെയാണ് ചോദിച്ചിരിക്കുന്നത്, ഏഷ്യയിലാണ്. നമുക്ക് നോക്കാം ഏതാണെന്ന് നോക്കാം. ചിൽക്ക ലേക്ക് ഒഡീഷയിലാണ്, കൊല്ലേർ ലേക്ക് ആന്ധ്രാപ്രദേശാണ്, ചന്ദൂബി ലേക്ക് ആസാം, ദെൻ ദേവ്ഹാർ ലേക്ക് ഇൻ രാജസ്ഥാൻ. ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മിയോൺ റിസർവർ ഇസ് ദ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഇൻ ഏഷ്യ. ദെൻ ജയ്സാമാബാദ് ലേക്ക് അല്ലെങ്കിൽ ദേബാർ ലേക്ക് ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഇൻ ഏഷ്യ. അപ്പം ഇത് നമുക്കിവിടെ ഇതെല്ലാം വരുന്നത് മുഴുവനും ഏതാണ്? ഇന്ത്യയിൽ തന്നെയാണ്. ഒഡീഷയിൽ ചിൽക്ക ലേക്ക് ഒഡീഷ, ചാന്ദുബി ലേക്ക് ആസാം, കൊല്ലേർ ലേക്ക് ആന്ധ്രാപ്രദേശ്, ദേബാർ ലേക്ക് രാജസ്ഥാൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്ക്. ലാർജസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലുത് മിയോൺ റിസർവോയർ ആണ്. ഇവിടെ വരുന്നത് ജയ്സാമാബാദ് ലേക്ക് അല്ലെങ്കിൽ ദേബാർ ലേക്ക് ഇൻ രാജസ്ഥാനാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ദ കറൻസി ഓഫ് ജപ്പാൻ. ജപ്പാൻ്റെ കറൻസി ഏതാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ജപ്പാൻ്റെ കറൻസി ഒരു ഡൗട്ടും വേണ്ട, യെൻ ആണ് ജപ്പാൻ്റെ കറൻസി. ജാപ്പനീസ് യെൻ അല്ലെങ്കിൽ ഒഫീഷ്യൽ കറൻസി ഓഫ് ജപ്പാൻ ജാപ്പനീസ് യെൻ ആണ്. ദെൻ ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് ട്രേഡഡ് കറൻസി ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ആഫ്റ്റർ ഡോളർ ആൻഡ് യൂറോ. ഇനി യൂറോ കറൻസി ഉള്ള 20 രാജ്യങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രിയ, ബെൽജിയം, ക്രൊയേഷ്യ, സൈപ്രസ്, എസ്തോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, അയർലൻഡ്, ഇറ്റലി, ലാത്വിയ, ലിത്വാനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, സ്ലോവാക്യ, സോൾവേനിയ ആൻഡ് സ്പെയിൻ. ഇത്രയുമാണ് 20 യൂറോ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കൺട്രീസ് ഈസ് നോൺ ആസ് ദ കൺട്രി ഓഫ് വിൻഡ്. കൺട്രി ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? കൺട്രി ഓഫ് വിൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് റാങ്ക് ഫസ്റ്റ് വേൾഡ് ടു പ്രൊഡ്യൂസ് ദ ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്. അപ്പം കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അതിൽ റാങ്ക് ഫസ്റ്റ് ആണ് ഡെൻമാർക്കിന് കിട്ടിയിരിക്കുന്നത്. ദെൻ ഡെൻമാർക്ക് അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നതാണ് കൺട്രി ഓഫ് വിൻഡ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡാഷ് ഇൻ ചൈന ഈസ് ദ വേൾഡ് ലോങ്ങസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർവേ. ഇപ്പോൾ ചൈനയുടെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മാൻ മെയ്ഡ് വാട്ടർവേ എന്ന് പറയുന്നത് ഗ്രാൻഡ് കനാലാണ്. ഗ്രാൻഡ് കനാൽ ഓഫ് ചൈന ഈസ് ദ വേൾഡ് ലോങ്ങസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർവേ ആണ്. ദ വാട്ടർവേ ഈസ് ദ ലിങ്ക് ഓഫ് ദി യെല്ലോ റിവർ ആൻഡ് യാങ്സ്റ്റി റിവർ. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. വാട്ടർവേ ലിങ്ക് ചെയ്യുന്നത് യെല്ലോ റിവറിനെയും യാങ്സ്റ്റി റിവറിനെയാണ്. ഗ്രാൻഡ് കനാൽ ഇൻ ചൈന ഈസ് ദ വേൾഡ് ലോങ്ങസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർവേ. ലോങ്ങസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർവേ ഉള്ളത് ഗ്രാൻഡ് കനാലാണ്, ചൈന. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in Vienna there is a statue of Indian hockey player dash holding 4 hockey stick in 4 hands. ഹോക്കിയുടെ തന്നെ അല്ലെങ്കിൽ ഹോക്കി എന്ന് പറയുന്ന
പ്ലേയുടെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ധ്യാൻചന്ദാണ്. ധ്യാൻചന്ദാണ് ഇവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ധ്യാൻചന്ദാണ് ആ സ്റ്റാച്യൂവിൽ വരുന്നത്. ഇന്ത്യൻ ഹോക്കി പ്ലെയർ ധ്യാൻചന്ദ് ഹോൾഡിംഗ് 4 ഹോക്കി സ്റ്റിക്സ് ഇൻ 4 ഹാൻഡ്സ്. ഓക്കെ, വിയന്നയിൽ. ദെൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ നമ്മൾ ഓഗസ്റ്റ് 29 സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഷണൽ സ്പോർട്സ് ഡേ ആണ്. നാഷണൽ സ്പോർട്സ് ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 29 ബർത്ത് ആനിവേഴ്സറി ഓഫ് ഹോക്കി പ്ലെയർ മേജർ ധ്യാൻചന്ദ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, വിച്ച് കൺട്രി ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട്? അപ്പോൾ ജൂട്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യത്താണ്? നമുക്ക് വേൾഡിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയാണ് ഏറ്റവും ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ജൂട്ട്. ജൂട്ടിനെ പറയുന്നതാണ് ഗോൾഡൻ ഫൈബർ എന്ന് പറയുന്നത് ജൂട്ട് തന്നെയാണ്. ദെൻ ഫോളോഡ് ബൈ ഏതൊക്കെ രാജ്യങ്ങളാണ്? ബംഗ്ലാദേശ്, ചൈന ആൻഡ് തായ്ലൻഡ്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജൂട്ട് അല്ലെങ്കിൽ ചണം അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഫോളോഡ് ബൈ ബീഹാർ, ആസാം, ഒറീസ, ആന്ധ്രാപ്രദേശ്, ത്രിപുര, മേഘാലയ ആർ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒറീസ, ആന്ധ്രാപ്രദേശ്, ത്രിപുര, മേഘാലയ. ഇത്രയും സ്റ്റേറ്റുകളിൽ നമുക്ക് ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഗോൾഡൻ ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ദ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഈസ് റിലേറ്റഡ് ടു. ഇപ്പോൾ ഇൻ്റർനാഷണൽ മോൺട്രിയൽ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു എന്താണ്? വൈൽഡ് ലൈഫ്, റംസാർ സൈറ്റ്, ഓസോൺ ലെയർ ആൻഡ് വേൾഡ് ഹെറിറ്റേജ്. അപ്പോൾ ഏതാണ്? നമുക്കറിയാം ഓസോൺ ലെയറുമായിട്ട്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒരു ഓൺ സബ്സ്റ്റൻസസ് ദാറ്റ് ഡിപ്ലീറ്റ് ദ ഓസോൺ ലെയർ ഈസ് എ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് മെയ്ഡ് ഇൻ 1987. Then it was signed to stop the production and import of ozone depletion substances and reduce their concentration in the atmosphere to help protect the earth ozone layer. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 ആണ്. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് മോൺട്രിയൽ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ദ ഓസോൺ ലെയർ. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ADB അല്ലെങ്കിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ്? ഏത് വർഷമാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 78, 80, 66 ആൻഡ് 59. ഇപ്പോൾ 1966 ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡെവലപ്പ് ആയത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് 19th December 1966. ഇനി ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലിപ്പൈൻസ് ആണ്. മനില ഫിലിപ്പൈൻസിലാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടർ. ദെൻ കറണ്ട് പ്രസിഡന്റ് എന്ന് പറയുന്നത് മസാത്സുഗു അസക്കാവ. അപ്പോൾ പേര് ഒന്ന് വായിക്കാനും എൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും കറക്റ്റ് സ്പെല്ലിംഗ് ഇതാണ്. കറണ്ട് പ്രസിഡന്റ് അസക്കാവയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ. ഇത് ഇയറാണ് വന്നത് 1966 ആണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടർ വരുന്നത് മനില ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് വേൾഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ CGL പോലുള്ള എക്സാമുകളിൽ നിങ്ങളുടെ കൺസേൺ സിലബസിൽ പറഞ്ഞേക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് വേൾഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു റിവിഷനായിട്ട് എടുക്കാവുന്നതാണ്. ഇനിയും നമ്മൾ ഓരോ ടോപ്പിക്സ് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രം സക്സസ് അക്കാഡമി.